EMSനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EMS അല്ല ആര് പറഞ്ഞാലും താൻ സവർക്കറെ അംഗീകരിക്കില്ല എന്ന MV ഗോവിന്ദന്റെ വാക്കുകൾ. സവർക്കർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച വ്യക്തി എന്നുകൂടി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. സവർക്കറെ കുറിച്ച് EMS എഴുതിയ കാര്യങ്ങൾ ജനം TV ഓർമ്മപ്പെടുത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ആദ്യം വാക്കുകൾ. എന്തെങ്കിലും വിശേഷണം പറഞ്ഞതല്ല പാലേരി രമേശനെ സംബന്ധിച്ചു. ഞാൻ ഉപയോഗിച്ച പദം ഇത്രയേ ഉള്ളൂ. രമേശൻ ഈ ലോകം കണ്ട ബുദ്ധിജീവികളിൽ ഒരാളാണ്. ജനതയെ മുന്നോട്ടേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന സവർക്കറെ കുറിച്ച് ജനം TV ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. പ്രതികരണം ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് മാറിപ്പോയി. ക്ഷമ ചോദിക്കുകയാണ്. അത് ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തൊക്കെയായിരുന്നു? അനു, സവർക്കറുമായി ബന്ധപ്പെട്ട് മുൻപും സമാനമായ ഇത്തരം ആരോപണങ്ങൾ ഈ ഇടതുപക്ഷ സംഘടനകളും CPM മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിലും VD സവർക്കറുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടത്തിയിട്ടുള്ള ഒരു പരാമർശം നമുക്കറിയാം. അദ്ദേഹം സവർക്കറെ വാനോളം പുകഴ്ത്തുകയും അദ്ദേഹം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകളെപ്പറ്റി വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം SFI ഒരു വലിയ ബാനർ ഈ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് പുറത്തായൊക്കെ വെച്ചിരുന്നു. നമുക്കറിയാം, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും ഇതേ വിഷയത്തിൽ പലപ്പോഴും SFI കലഹിച്ചിട്ടുണ്ട്. അതായത് ചാൻസലറെയാണ്, സവർക്കറെ അല്ല വേണ്ടത് എന്ന ഒരു ബാനറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബാനറുമായി ബന്ധപ്പെട്ട് SFIയുടെ ഇത്തരം രീതികളെ തള്ളിക്കൊണ്ടാണ് രാജേന്ദ്ര അർലേക്കർ ഇത്തരത്തിൽ VD സവർക്കർ ഈ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചത്. ഇന്നിപ്പോൾ CPMന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാനായി MV ഗോവിന്ദൻ എത്തുന്ന ഘട്ടത്തിലാണ് ഈ ചോദ്യം നമ്മൾ ഉന്നയിച്ചത്. ഗവർണറുടെ ഈ പരാമർശം, VD സവർക്കറെ അനുകൂലിച്ചുകൊണ്ടുള്ള പരാമർശത്തെപ്പറ്റി ചോദിച്ചത്. ഈ സമയം സവർക്കറിനെതിരെ MV ഗോവിന്ദൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ സമയം നമ്മൾ EMS ഉൾപ്പെടെയുള്ള ആളുകൾ VD സവർക്കറെ പറ്റി അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലുള്ള പുസ്തകങ്ങൾക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ MV ഗോവിന്ദനെ ഓർമ്മപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് EMS അല്ല, ലോകത്തിൽ ആര് പറഞ്ഞാലും താൻ ഈ VD സവർക്കറെ പോലുള്ള ആൾക്കാരെ അംഗീകരിക്കില്ല, അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തുവെന്നും മാപ്പ് എഴുതി കൊടുത്തെന്നുമുള്ള സ്ഥിരം പല്ലവി, അതായത് സ്ഥിരമായി CPMകാരും ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം അത് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. EMS എന്നല്ല, ആര് പറഞ്ഞു കഴിഞ്ഞാലും താൻ ഇതൊന്നും അംഗീകരിക്കുന്നില്ലെന്നും ഗവർണർ സവർക്കറെ പറ്റി പറഞ്ഞ കാര്യത്തിൽ താൻ തള്ളുന്നുവെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അനു, തീർച്ചയായും ഗൗതം, ദയവായി തുടരുക. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിലേക്ക് സവർക്കർ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ്. അത്രേ ഞാൻ പറഞ്ഞു. EMSഉം എല്ലാവരും തന്നെയാണ്. പുത്രനൊക്കെ മഹാനം തന്നെ. അല്ലല്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അതാ ഇല്ല പറഞ്ഞ മനസ്സിലായില്ലേ? ഉടനെ EMSനൊക്കെ. ഗൗതം, അദ്ദേഹം ദേഷ്യപ്പെടുകയുണ്ടായോ? ഈ ശരിയായ ചോദ്യം ചോദിച്ചപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ ഈ രോഷപ്രകടനം നടന്നത്. അനു, ഈ EMS പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിലാണ് MV ഗോവിന്ദൻ ഈ രീതിയിലുള്ളൊരു പ്രതികരണം നടത്തിയത്. EMS അല്ല, ആര് പറഞ്ഞാലും അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയും പിന്നീട് അത് തിരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രധാനമായും സവർക്കറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണം MV ഗോവിന്ദൻ നടത്തുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് സവർക്കറിനെ പറ്റി EMS പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. കാരണം EMS തന്നെ എഴുതിയിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിനകത്ത് VD സവർക്കറുടെ ചരിത്രത്തെപ്പറ്റി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് വലിയ കാര്യമായി, അതായത് സ്വാതന്ത്ര്യ സമരത്തിന് ഈ സവർക്കർ നൽകിയ സംഭാവനയെപ്പറ്റി തന്നെയാണ് EMS വിശദീകരിക്കുന്നത്. അതിൽ അഭിനവ് ഭാരത് എന്ന സംഘടനയ്ക്ക് തുടക്കം കുറിക്കുന്നതും പിന്നീട് സവർക്കറുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചത് എന്ന കാര്യം EMS പറയുന്നു. അതുപോലെ തന്നെ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് ഈ സവർക്കർ പോയതിനു ശേഷം അവിടെ ബ്രിട്ടീഷ് പോലീസിൻ്റെ പിടിയിലാകുന്നതും പിന്നീട് ബ്രിട്ടീഷ് പോലീസിൻ്റെ കൈകളിൽ നിന്നും സവർക്കർ രക്ഷപ്പെടുന്നതിനെ പറ്റിയുമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ EMS അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തിനകത്ത് പറയുകയാണ്. അതായത് സവർക്കറുടെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനയെ പറ്റിയാണ് EMS പറയുന്നത്. പക്ഷേ ആ കാര്യങ്ങൾ ഇപ്പോഴത്തെ CPMന്റെ നേതാക്കൾ തള്ളുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല, ഇത് മുൻപും നമ്മൾ പല
CPM നേതാക്കൾ ഇത്തരത്തിൽ സവർക്കറിനെതിരെ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ അങ്ങനെ ഇല്ലാന്നും ചില നേതാക്കൾ പറയാറുണ്ട്. അങ്ങനെ EMS പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞു എന്നതിന് തെളിവ് നൽകി കഴിഞ്ഞാൽ ഉടനെ അതിന് മറ്റൊരു വിശദീകരണമാണ് നൽകുന്നത്. അതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഡൽഹി കേരള ഹൗസിൽ നടന്നത്. ചരിത്രം വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ഇടത് നേതാക്കൾ നടത്തുന്നു എന്ന ആരോപണം അവരുടെ നേരെ പല കോണിൽ നിന്നും ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു വിഷയം കൂടി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു വാർത്ത കൂടി.